Good afternoon. Good afternoon. Okay, good afternoon. Good afternoon. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു എന്താ പറയുക ഒരു ഡിസ്കഷൻ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഡിസ്കഷൻ പോലെ നമുക്ക് നടത്താന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് വെച്ചിട്ട്. ഈ അവർ കഴിഞ്ഞ നെക്സ്റ്റ് ഒരു ക്ലാസ് ഇല്ല കേട്ടോ, ഈ ഒരു അവർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് മുതല് ഇത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലെ? ഓക്കെ, 29th എക്സാം. അതെ. ഓക്കെ, 29th വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ് കേട്ടോ. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. തിരക്കുകളൊക്കെ ഉണ്ടാവും അറിയാം, എങ്കിലും കുറച്ച് സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊരു മോഡല് മീൻസ് ഒരു അറിയാനായിട്ട് ഒരു പാറ്റേൺ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എക്സാമിനെ പറ്റി ആരും ടെൻഷനൊന്നും ആവണ്ട, വളരെ എന്താ പറയാ സമാധാനത്തോടു കൂടി പോയി തന്നെ എക്സാം എഴുതുക കേട്ടോ. ഓൺലൈൻ എക്സാം ഒക്കെ എഴുതിയ ആൾക്കാരുണ്ടായിരിക്കും, എങ്കിലും ധൈര്യമായിട്ടൊന്നും എഴുതാം കേട്ടോ, പേടിക്കൊന്നും വേണ്ട, ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു തവണ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡന്റ് ആകും. ആദ്യമായിട്ട് എഴുതുന്നതിന്റെ ഒരു ഇതുണ്ടാകും, ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഒരു എന്താണ് ഒരു മോഡൽ എക്സാം പോലെ കണക്കാക്കി നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ മെയിൻ എക്സാം ആണല്ലോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ വരികയാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ മേക്കപ്പ് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അറിയാലോ, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 4 ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ കൂടിയിട്ടുള്ള എക്സാം ആണ്. വേറെ ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വന്നുകൂടാനില്ല കേട്ടോ. ഓക്കെ, അതിനെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഞാൻ ഇതിന്റെ ചാപ്റ്റർ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾക്കൊരു മോഡലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് ഓരോ ചാപ്റ്റേഴ്സും നല്ല മനസ്സിരുത്തി വായിച്ചാൽ മതി കേട്ടോ. ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങള് അത് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോ സെന്റൻസുകൾ നല്ലപോലെ മനസ്സിലാക്കി വായിക്കുക കേട്ടോ. അങ്ങനെ നോക്കുക. ഓക്കെ, അപ്പൊ ഞാന് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻസ് പറയാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കാം. An average person carries dash liters of blood. ഓപ്ഷൻസ് പറയാം. 6 ലിറ്റർ, 4 ലിറ്റർ, 5 ലിറ്റർ ആൻഡ് 2 ലിറ്റർ. ഇതാണ് ആൻസർ. 5 ലിറ്റർ ആണ് അല്ലെ? ഓക്കെ, നമ്മുടെ ബ്ലഡ് ബാങ്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, 5 ലിറ്റർ. അപ്പൊ ആ ഒരു ടെക്സ്റ്റിന് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡെയിലി എന്നോണം മോക്ക് ടെസ്റ്റുകൾ ഇട്ട് തരാറുണ്ട് ക്ലാസ്സിൽ അല്ലെ. അപ്പൊ അതൊക്കെ നല്ലപോലെ നിങ്ങൾ നോക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ എളുപ്പം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് പറയാം. ഹെമറ്റോളജി, ഹെപ്പറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് പാത്തോളജി. എന്താണ് സ്റ്റഡി ഓഫ് ഡിസീസ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മി, ഷാബിൻ, അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. ശ്രീക, റീജ, ഓക്കെ, അശ്വന, മഞ്ജു, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. പാത്തോളജി ആണ് കേട്ടോ. ഓക്കെ, റിഫാന, അക്ഷയ് കറക്റ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ. ഓപ്ഷൻസ് മൈക്കോബാക്ടീരിയ, ട്രിപ്പോലിമ പാലിനം, വിബ്രിയോ കോളറെ, സ്ട്രെപ്റ്റോബാസിലസ്. ഏതായിരിക്കും? The syphilis is caused by which bacteria? ഏതാ നമ്മൾ പറഞ്ഞത്? ഏതാണ്?
തെറ്റാണ് കേട്ടോ നസീന, അതല്ല കറക്റ്റ്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ, ഓക്കെ കറക്റ്റ് ആണ്. അച്ചുമല കറക്റ്റ് ആണ് കേട്ടോ. ട്രിപ്പോനിമ പാലിഡം, ഇതാണ് ട്രിപ്പോനിമ പാലിഡം. നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചിരുന്നു അല്ലെ, ഏത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ആ ഒരു ബാക്ടീരിയയുടെ പേരാണ് എന്ത്, ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. The positive or negative part of the blood is determined by the factor. ഏത് ഫാക്ടർ ആണ് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ്, ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. RH ഫാക്ടർ, ഓപ്ഷൻ തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ RH ഫാക്ടർ ആണ് കേട്ടോ. ഓക്കെ, the process of transferring the blood products into a person's circulation intravenously is known as. എന്താണ് ആ പ്രോസസ്സിനെ പറയുന്ന പേര്? ഓപ്ഷൻസ് തരുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. The process of transferring, okay very good correct ആണ് കേട്ടോ മെഹറനീസ. ട്രാൻസ്ഫ്യൂഷൻ ആണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is the process of transferring the blood product into a person's circulation intravenously. That is called, okay correct ആണ് കേട്ടോ. എന്താണ് എന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. In which period military and slave hospitals existed? നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് പീരീഡ്, ഏതാണ്? റോമൻ പീരീഡ്. ഓക്കെ കറക്റ്റ് ആണ്. റോമൻ പീരീഡിലായിരുന്നു മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റലുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇൻ വിച്ച് ഇയർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ ഫോർ ഇറ്റ് സോൾജേഴ്സ്? ഏതാണ് വർഷം? കറക്റ്റ് ആണ് കേട്ടോ. 1664 ആണ് കേട്ടോ. 1664 ആണ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. Who is the father of Ayurveda? ആയുർവേദയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആയുർവേദയുടെ ചരക. ഓക്കെ കറക്റ്റ് ആണ്. ഹിപ്പോക്രൈറ്റിസ് അല്ല കേട്ടോ, ചരകയാണ് കേട്ടോ. ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് ആരാണ്? ചരകയാണ്. ഓക്കെ, which is the first incorporated hospital in America? അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണ്? ഓപ്ഷൻസ് തരാം. മെസോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ ആൻഡ് നൺ ഓഫ് ദി എബോവ്. ഏതാണ് കറക്റ്റ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, the medicine was first appeared in the ancient region of Dash. ഒന്നുകൂടെ കേൾക്കുക ക്വസ്റ്റ്യൻ. The medicine was first appeared in the ancient region of Dash. ഏതാണ് ഉത്തരം അറിയാമോ? മെസ്സോപ്പൊട്ടോമിയ കേട്ടോ. എന്താണ് ആൻസർ? മെസ്സോപ്പൊട്ടോമിയ. അതിന്റെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. മെസ്സോപ്പൊട്ടോമിയയിലാണ് ആദ്യമായിട്ട് മെഡിസിൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, the first recorded prescription came from Dash. ആദ്യത്തെ ഒരു റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ് വന്നത്? അറിയാമോ? The first recorded prescription came from Dash. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. എവിടെയാണ്? സുമേർ ആണ് കേട്ടോ. സുമേർ കേട്ടോ. ആ രാജ്യത്തിന്റെ പേര് സുമേർ എന്നാണ് കേട്ടോ. സുമേർ. ഓക്കെ, Dash was the root for the practice of doctors in Mesopotamian hospitals. Dash was the rule for the practice of doctors in Mesopotamian hospitals. മെസ്സോപ്പൊട്ടോമിയ ഏതാണ്? ഹമ്മുറാബിസ് കോഡ് അല്ലെ. ഏതാണ്? ഹമ്മുറാബിസ് കോഡ്. നമ്മൾ പറയില്ലേ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, അങ്ങനെയുള്ളൊരു എന്താണ് നിയമമാണ് അല്ലെ ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ആ ഒരു ഹമ്മുറാബി കോഡാണ് ആരുപയോഗിച്ചിരുന്നത്? മെസ്സോപ്പൊട്ടോമിയൻ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പ്രാക്ടീസിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ഏത് ബുക്കാണ്? ഹമ്മുറാബിസ് കോഡാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള, അതുപോലെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദ വേർഡ് ഹോസ്പിറ്റൽ ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? ഇതൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. ഹോസ്പസ് അല്ലെ. ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്
ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, പിന്നെ നമ്മള് സെക്കൻഡ് നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏകദേശം ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതാണ് മറ്റേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ. ഓക്കെ, അപ്പൊ അതില് കുറെ നമ്മൾ ഒരു ആറ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ. അപ്പൊ നമുക്കറിയാം സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് സ്മോൾ ഹോസ്പിറ്റല് അല്ലെ, ലാർജ് ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, അങ്ങനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ബെഡുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈസ് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കാം. ബെഡിന്റെ നമ്പർ അത് വെച്ചിട്ടാണ് നമ്മൾ ആ സൈസ് പറയുന്നത് അല്ലെ. 30 or less than 30 ആണെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. 30 to 100 ആണെങ്കിൽ മിഡ് സൈസ്ഡ് ആണ്. 100 എബോവ് ആണെങ്കിൽ എന്തായിരിക്കും ഇത്? ലാർജ് ഹോസ്പിറ്റൽസ് ആണ്. അങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മൾ കെയറിനെ, അതായത് നമ്മൾ കൊടുക്കുന്ന കെയറിനെ ബേസ് ചെയ്തിട്ട് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ, അങ്ങനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസ്. അതിനൊക്കെ എക്സാമ്പിളുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പ്രൈമറി കെയറിന് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് എക്സാമ്പിൾ പഠിച്ചത്. എല്ലാം നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിളുകളാണ് നോക്കി കണ്ടത് അല്ലെ. സെക്കൻഡറി കെയറിൽ വരുന്ന ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ്? ടെർഷ്യറി കെയറിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ PHSC സ്റ്റാൻഡ്സ് ഫോർ, എന്താണ് PHSC? നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. PHSC എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെ. എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡർഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ? ഓപ്ഷൻസ് പറയാം. ലെസ് ദാൻ 30 ബെഡ്സ്, 30 to 100 ബെഡ്സ്, 200 to 300 ബെഡ്സ്, മോർ ദാൻ 500 ബെഡ്സ്. എന്താണ് ആൻസർ? ലെസ് ദാൻ 30. 30 അല്ല, ലെസ് ദാൻ 30 ആണ് കേട്ടോ. 30 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെടും, മിഡ് സൈസ്ഡ് പെടും കേട്ടോ. ലെസ് ദാൻ 30 ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് which of the following is not typically considered as a long stay hospital? നമ്മൾ അവിടെ അവസാനം ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു അല്ലെ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, which of the following is not typically considered as a long stay hospital? Options: rehabilitation hospital, mental hospital, palliative care unit and general hospital. പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോ? ഓക്കെ, കറക്റ്റ് ആണ് ലക്ഷ്മി, ജനറൽ ഹോസ്പിറ്റൽ അല്ലെ. ബാക്കി അതേസമയം റീഹാബിലിറ്റേഷനും മെന്റൽ ഹോസ്പിറ്റലും പാലിയേറ്റീവ് ഒക്കെ ഇതിനകത്ത് വരുന്നതാ, ലോങ് സ്റ്റേ ഹോസ്പിറ്റലിനകത്തല്ലേ വരുന്നത്. ഓക്കെ, ജനറൽ ഹോസ്പിറ്റലുകളൊക്കെ ഇതിനകത്ത് വരിക ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിനകത്താണ് വരുന്നത്. ഓക്കെ, MGO stands for. MGO stands for ഇതാ ഓപ്ഷൻസ്: നാഷണൽ ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? പറഞ്ഞേ. NGOന്റെ ഫുൾ ഫോം എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ലെവൽ ഓഫ് കെയർ? ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. വിച്ച് ലെവൽ ഓഫ് കെയർ എന്താണ്? നാഷണൽ, എന്താണ് അക്ഷയ് പറഞ്ഞ? നാഷണൽ ജിയോഗ്രഫിക്കൽ ഓർഗനൈസേഷനോ അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? NGOന്റെ ഫുൾ ഫോം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മള് മെഡിക്കൽ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ലെവൽ ഓഫ് കെയർ ഈസ് മോസ്റ്റ്ലി ലൈക്ലി ടു ഇൻക്ലൂഡ് മേജർ സർജറീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്സ്? ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വിച്ച് ലെവൽ ഓഫ് കെയർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഇൻക്ലൂഡ് മേജർ സർജറീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്? മേജർ സർജറികളും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ഏത് ടൈപ്പ് ഓഫ് കെയറിൽ പെടുന്നതാ? ഷബീന കറക്റ്റ് ആണ്, ടച്ച്മെന്റ് ആകുന്നത് കറക്റ്റ് ആണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ടെർഷ്യറി കെയർ ലെവലിൽ പെടുന്നതാണ്. ഓക്കെ,
Hospitals with more than dash beds are recognized as a large hospital. Option 30, 40, 100, 60. ഏതാണ് ആൻസർ വരിക? 100 അല്ലെ? മോർ ദാൻ 100 ബെഡ്സ് ഉള്ളത് ഏതാണ്? ലാർജ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഓക്കെ. In government system, primary health centers or PHC are the hospitals that provide a dash type of care. Option primary, secondary, tertiary, none of these. ഇതാണ് വരിക. ഗവൺമെന്റ് സിസ്റ്റത്തില് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എങ്ങനെയുള്ള പരിചരണം കൊടുക്കുന്നത്? പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് പിന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ? അതൊരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് തന്നെയാണ് അവിടെ നോക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ചില ഓർഗൻ സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഉൾപ്പെടുന്ന ചില അവയവങ്ങളെ പറ്റിയിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകുന്നു അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ഓർഗൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആ ഒരു ഓർഗന്റെ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കേട്ടോ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഹെൽത്ത് ഓഫ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ലിവർ. ശ്രദ്ധിക്കാം. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ health of digestive system and liver. Option hematology, gastroenterology, obstetrics, neurology. ഏതാണ് വരിക? gastroenterology. ഏതാണ് വരിക? gastroenterology. ഓക്കെ, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് CSST. ഇതാണ് CSST. CSSTയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇൻക്ലൂഡ്സ്? ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇൻക്ലൂഡ്സ്? ഓപ്ഷൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, നൺ ഓഫ് ദീസ്. ഏതിലാ വരിക? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. കാര്യം നമ്മൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിന് മൂന്നായിട്ടല്ലേ തിരിച്ചേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനെയല്ലേ നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചത്. അപ്പൊ അതിനകത്ത് ഏതിലാ വരിക? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്. ഓക്കെ. ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് ഓൾഡർ അഡൽട്ട്, അതായത് പ്രായമായിട്ടുള്ള ആളുകളുടെ പരിചരണങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗം ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ് ലക്ഷ്മി. എന്താണ്? ജെറിയാട്രിക്സ്. കറക്റ്റ് ആണ് കേട്ടോ. ഷബീന, അജ്മൽ, ആനോ കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ജെറിയാട്രിക്സ് അല്ലെ? ഓക്കെ. അടുത്ത നോക്കിയേ. ഐഡന്റിഫൈ ദ ഇൻപേഷ്യന്റ് സർവീസസ് ഫ്രം ദ ഫോളോയിങ്. ഐഡന്റിഫൈ ദ ഇൻപേഷ്യന്റ് സർവീസസ് ഫ്രം ദ ഫോളോയിങ്. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ തുടക്കം തന്നെ നമ്മൾ ഒരു ടാബുലർ കോളം കണ്ടു അല്ലെ? ഔട്ട് പേഷ്യന്റ് സർവീസസും ഇൻപേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ടാകും അല്ലെ? അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ ഇൻപേഷ്യന്റ് സർവീസസ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ കേട്ടോളൂ. ജനറൽ സർജറി, ഡെർമറ്റോളജി, കാർഡിയോളജി, ലേബർ റൂംസ്. ഏതാണ് വരിക? ഇൻപേഷ്യന്റ് സർവീസസിനകത്ത് പെടുന്ന ഇതിൽ ഏതാ? ലേബർ റൂം ആണ് കേട്ടോ. ഏതാണ്? ലേബർ റൂംസ് ആണ്. ഓക്കെ. അടുത്തത് ദ ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആൻഡ് സർക്കുലേഷൻ. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? കാർഡിയോളജി. ഓക്കെ, കറക്റ്റ് ആണ്. എന്താണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അനസ്തേഷ്യ വിച്ച് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഇസ് കോൾഡ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലാവുന്ന തരത്തിലുള്ള അനസ്തേഷ്യ ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ജനറൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, നൺ ഓഫ് ദിസ്. ഏതാണ്? ജനറൽ അനസ്തേഷ്യ. ഓക്കെ, കറക്റ്റ്. ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഏത് അനസ്തേഷ്യ? ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാ?
ലോക്കൽ അനസ്തേഷ്യ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സിസേറിയൻ സെക്ഷനിൽ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാ? സിസേറിയനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, കറക്റ്റ് ആണ്. ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്തത് ദ സ്പെഷ്യാലിറ്റി ദാറ്റ് കെയർസ് ദ പേഷ്യന്റ് ഇൻ ദ അക്യൂട്ട് ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്ന സ്പെഷ്യാലിറ്റി ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. കാർഡിയോളജി, ഒ പി ഡി, പൾമണോളജി, ICU. ഓക്കെ, കറക്റ്റ് ആണ്, ICU. ഓക്കെ, തൈറോയിഡ് ഡിസോർഡേഴ്സ് ആർ ട്രീറ്റഡ് ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ്? കണ്ടോ, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അതിൽ ചില ഭാഗത്ത് നമ്മൾ ചില ഓർഗൻസ്, അതിൽ ഉൾപ്പെടുന്ന ഓർഗൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിക്കുന്നത്. തൈറോയിഡ് ഡിസോർഡേഴ്സ് ആർ ട്രീറ്റഡ് ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻസ് എൻഡോക്രൈനോളജി, ഡെർമറ്റോളജി, ഗൈസ്ട്രോ എൻറ്ററോളജി ആൻഡ് കാഷ്വാലിറ്റി. ഏതാണ് ഉത്തരം? എൻഡോക്രൈനോളജി അല്ലെ. നമ്മൾ ഈ പറയുന്ന തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ എവിടെ പഠിച്ചത്? എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ എവിടെയാണ്? എൻഡോക്രൈനോളജി. ഓക്കെ. The branch of medicine deals with the wide range of diseases affecting different parts of the body. Options: geriatrics, gastroenterology, general medicine, obstetrics. എന്താണ് വരിക? The branch of general ആണ് അല്ലെ. ഓക്കെ, ജനറൽ മെഡിസിൻ ആണ്. ഓക്കെ, എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്, എളുപ്പമാണ് കേട്ടോ, നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. The medical specialty uses radioactive tracers to diagnose and treat diseases. Options: obstetrics, ophthalmology, nuclear medicine, oncology. ഇതാണ് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡയഗ്നൈസ് ചെയ്യുകയും. ഇതാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ. ഇതാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഓങ്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതല്ല ചോദിച്ചിട്ട് മെഡിക്കൽ സ്പെഷ്യാലിറ്റി യൂസേഴ്സ് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ്. റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഏതിലാണ്? ന്യൂക്ലിയർ മെഡിസിൻ എന്നാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നും സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. കാർഡിയോളജി, പൾമണോളജി, നെഫ്രോളജി, ഹൗസ് കീപ്പിംഗ്. ഏതാ വരിക? ഇതിനകത്ത് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്ന ഏതാണ്? ഹൗസ് കീപ്പിംഗ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ്? ഹൗസ് കീപ്പിംഗ് ആണ്. ബാക്കിയെല്ലാം എന്തിൽ വരുന്നതാ? അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു മോഡലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേണും കാര്യങ്ങളും ഈ രീതിയിലായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഐഡന്റിഫൈ ദ കണ്ടീഷൻ ദാറ്റ് കെയർഡ് ഇൻ ICU. ICUല് കെയർ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ICU പഠിച്ചതാണല്ലോ. അതിനകത്ത് വരുന്ന കണ്ടീഷൻ ഏതാണ് തിരിച്ചറിയുക. ഒന്നാമത്തത് കാർഡിയോ തൊറാസിക് സർജറി, അതുപോലെ കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓൾ ഓഫ് ദീസ്. എന്താണ് ആൻസർ? ഐഡന്റിഫൈ ദ കണ്ടീഷൻ ദാറ്റ് കെയർഡ് ഇൻ ICU. ഓപ്ഷൻസ് കാർഡിയോ, ഓൾ ഓഫ് ദിസ് ആണ് വരിക അല്ലെ. ഏതാണ് വരിക? ഓൾ ഓഫ് ദിസ് ആണ് വരിക. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും ആണ് എന്ത് ചെയ്യുന്നുണ്ട്? കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ അതിൽ ഓപ്പൺ യൂണിറ്റ് ICU, ക്ലോസ്ഡ് യൂണിറ്റ് ICU ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. In an open unit ICU, who is responsible for admission and treatment of patients? Open unit ICU-നകത്ത് who is responsible for admission and treatment of patients? Options: intensivist, medical director, primary physician, none of these. എന്താണ് ആൻസർ വരിക? ഒരു ഓപ്പൺ യൂണിറ്റ് ICU-നകത്ത് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി? ആരാണ്? ഏറ്റവും കൂടുതൽ പ്രൈം ഇമ്പോർട്ടൻസ് ആർക്കാണ് വരുന്നത്? പ്രൈമറി ഫിസിഷ്യൻ ആണ് കേട്ടോ. ഡയറക്ടർക്കല്ല, പ്രൈമറി ഫിസിഷ്യൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓപ്പൺ യൂണിറ്റ് ICU-നകത്ത് കൂടുതൽ റോൾ ആർക്കാണ് വരുന്നത്? പ്രൈമറി ഫിസിഷ്യൻ ആണ് കേട്ടോ. ആർക്കാണ് വരിക? പ്രൈമറി ഫിസിഷ്യൻ. മെഡിക്കൽ ഡയറക്ടർക്കല്ല കേട്ടോ, പ്രൈമറി ഫിസിഷ്യൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. ഇൻ ക്ലോസ്ഡ് യൂണിറ്റ് ICU, who is responsible for ICU admission and treatment? ആരായിരിക്കും? ക്ലോസ്ഡ് യൂണിറ്റ് ICU-നകത്ത്
Who is responsible for ICU admission and treatment? Options തരാം. ഇന്റൻസിവിസ്റ്റ്, ഫിസിഷ്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സിംഗ് സ്റ്റാഫ്. ഇതാണ് ഉത്തരം. അല്ല, നഴ്സിംഗ് അല്ല കേട്ടോ. അല്ല, ആരാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി? ഉത്തരം ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഇന്റൻസിവിസ്റ്റ്. നിങ്ങൾ അതിനകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓപ്പൺ യൂണിറ്റ് ICU ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റ് ICU ഉണ്ട്. എന്തായിട്ട് വ്യത്യാസം എന്താ? ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ICU സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ, അവരെയാണ് നമ്മൾ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിൽ കൂടുതൽ പ്രൊമിനൻസ് ആർക്കാ വരുന്നത്? വെറും ഫിസിഷ്യൻ ആണ് അല്ലെ. ഫിസിഷ്യൻ ആണ് റെസ്പോൺസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറും ഇന്റൻസിവിസ്റ്റിന് വളരെ പേരിന് മാത്രമായിട്ടുള്ള റോളെ ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് വരുന്നത്. അത് എന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ് അല്ലെ. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ICU ആകുമ്പോൾ അവിടെ ഇന്റൻസിവിസ്റ്റിനാണ് കൂടുതൽ പ്രൊമിനൻസ് വരുന്നത്. അതല്ലേ വേണ്ടത്. കാരണം ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ പരിചരിക്കുന്നതിന് ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഇന്റൻസിവിസ്റ്റിന്റെ സേവനം അവർക്ക് കൂടുതൽ പ്രാധാന്യം. അവരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് ICU. അവിടെ എന്ന് പറയുമ്പോൾ അവര് ഫിസിഷ്യനുമായിട്ട് സഹകരിച്ച് ചെയ്യും. അതേസമയം ഓപ്പൺ യൂണിറ്റിൽ നേരെ തിരിച്ചാണ്. അവിടെ ഫിസിഷ്യനാണ് കൂടുതൽ പ്രൊമിനൻസ് വരുന്നത്. അത് ശരിക്കും അതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. കാരണം നമ്മള് ഇന്റൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ പരിചരിക്കുന്നതിൽ എന്താണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനമാണ് നമുക്ക് ലഭിക്കേണ്ടത് അല്ല. അപ്പൊ അത് ക്ലോസ്ഡ് യൂണിറ്റിൽ തന്നെ ലഭിക്കുന്നത്. ഇന്റൻസിവിസ്റ്റ് ആണ് അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് which factor is the criteria for the ICU admission? ICU admission താഴെ ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ആറോ അഞ്ചോ ക്രൈറ്റീരിയാസ് അതിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓപ്ഷൻസ് തരാം. ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, ബെഡ് അവൈലബിലിറ്റി, ഓൾ ഓഫ് ദീസ്. ഇതാണ് ICU അഡ്മിഷന്റെ ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇത് ഓൾ ഓഫ് ദീസ് ആണ് അല്ലെ. ഈ പറയുന്ന എല്ലാം അതിന്റെ ഭാഗമാണ്. ഓക്കെ. Who has the right to start and perform emergency treatment in inevitable condition? ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തില് ഈ പറയുന്ന ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം, അവകാശമുള്ളത് ആർക്കാണ് കേട്ടോ? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ, സീനിയർ റെസിഡന്റ് ഡോക്ടർ, ഓക്സിലിയറി പേഴ്സണൽ ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ആർക്കാണ്? ഒരു മെയിൻ ഡോക്ടറിന്റെ ഭാഗത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർ അല്ലെ. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ. ഓക്കെ. ഹു ഈസ് രജിസ്ട്രാർ ഇൻ ICU? ICU രജിസ്ട്രാർ ആരാണ് എന്ന് പറഞ്ഞേ? സീനിയർ റെസിഡന്റ് ഡോക്ടർ അല്ലെ. ഓക്കെ, ഒരു മിനിറ്റ് എന്താ. അടുത്ത ചോദ്യം. റൂട്ടീൻ ICU റൗണ്ട്സ് ഹെൽഡ് ഇൻ. റൂട്ടീൻ ICU റൗണ്ട്സ് ഏത് സമയത്താണ് നടക്കുന്നത്? ഓപ്ഷൻസ്: ഈവനിങ് 9 to 11 AM, മോർണിംഗ് 9 to 11 AM, മോർണിംഗ് 11 to 1 PM, ഈവനിങ് 4 to 6 PM. ഏതാണ് ആൻസർ എന്ന് പറഞ്ഞേ? മോർണിംഗ് ആണ് അല്ലെ. അതെ, മോർണിംഗ് 9 to 11 AM ആണ് എന്ത് നടക്കുന്നത്? റൂട്ടീൻ ICU റൗണ്ട്സുകൾ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ്
ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ്, ഓപ്ഷൻ സി ഡയറ്റ് പ്ലാനിങ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരിക? ഓൾ ഓഫ് ദീസ്. ഈ പറയുന്നത് എല്ലാം എന്താണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിൽ വരുന്നതാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഡയറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ പീപ്പിൾ വിത്ത് ഹൈ ബ്ലഡ് പ്രഷർ? ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്കായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്? ഓപ്ഷൻസ് തരാം. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഏതായിരിക്കും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ്? ഏതായിരിക്കും? ലോ സോഡിയം ഡയറ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ BP വരുമ്പോൾ നമ്മൾ എന്താ പറയാ? ഉപ്പും ഒക്കെ കുറയ്ക്കാൻ പറ്റില്ല, ഉപ്പ് എരിവൊക്കെ കുറയ്ക്കാൻ പറ്റില്ലേ, പറയാറില്ലേ? ഓക്കെ, അപ്പൊ ലോ സോഡിയം ഡയറ്റ് ആണ് കേട്ടോ. ഓക്കെ, services in the form of a staff canteen is known as option A inpatient catering, B social event catering, commercial catering, corporate catering. Answer ഒന്ന് പറയാമോ? സർവീസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് കാന്റീൻ. ഏതാണ്? കൊമേഴ്സ്യൽ കാറ്ററിംഗ്. കറക്റ്റ് ആണ് കേട്ടോ, കൊമേഴ്സ്യൽ കാറ്ററിംഗ് ആണ്. ഓക്കെ, who is liable for the quality and the quantity of food items? Who is liable for the quality and the quantity of food items? Options are clinician, dietitian, diabetician, supervisor. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരായിരിക്കും? ഡയറ്റീഷ്യൻ ആയിരിക്കും. ഓക്കെ, then അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. The treatment that removes the extra fluid and waste products from the blood when the kidneys are not able to is known as option A transfusion, B angioplasty, C endoscopy, option D dialysis. ഏതാണ്? Dialysis. Okay, dialysis ആണ്. അടുത്ത question. Dash is a surgical connection between an artery and a vein. Dash is a surgical connection between an artery and a vein. Option A, AV fistula. Option B, AV graft. Then catheter. None of these. ഏതാണ് ആൻസർ? AV എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. AV എന്താണ്? AV ഏതാണ്? ഫിസ്റ്റുലയാണ് അല്ലെ. സർജിക്കൽ കണക്ഷൻ ഫിസ്റ്റുലയാണ്. അതേസമയം നമ്മൾ പറയാണ് the connection of artery and vein through a ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്നാണ് തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? AV ഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ഡയാലിസിസിൽ നമ്മൾ ഒരുപാട് ഷോർട്ട് ഫോമുകളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ് that does not need a machine. That does not need a machine is called option A hemodialysis, option B intermittent peritoneal dialysis, option C cyclic continuous cyclic peritoneal dialysis. പിന്നെ ഏതാ? CAPD. ഏതാണ് വരിക? പെരിറ്റോണിയൽ ഡയാലിസിസ് that does not need a machine. ഏതാണ്? CAPD. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. Identify the after effects of the peritoneal dialysis. Peritoneal dialysisന്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, മസ്കുലാർ സ്പാസം, ഓപ്ഷൻ ബി ഹെർണിയ, ഓപ്ഷൻ സി ബ്ലഡ് ക്ലോസ്, ഓപ്ഷൻ ഡി ഹൈപ്പോടെൻഷൻ. ഏതാ വരിക? ഹെർണിയാണ് വരിക അല്ലെ. ഓക്കെ, number of pharmacists required for the bed strength up to 200. ആ ടാബുലാർ കോളത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. The number of pharmacists required in a hospital എന്ന് പറഞ്ഞ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്? That depends on the എന്താണ്? ബെഡ് സ്ട്രെങ്തിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അല്ലെ. 8 ആണ് കേട്ടോ. കറക്റ്റ് മെഹറോണിസ് കറക്റ്റ് ആണ്. 8 ആണ് കേട്ടോ. 8 ആണ്. ആ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, who prepare the hospital drug formulary? ആരാണ് ഹോസ്പിറ്റലിലെ ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഓപ്ഷൻ ബി ഫാർമസിസ്റ്റ്, ഓപ്ഷൻ സി മെഡിക്കൽ ഡയറക്ടർ, ഓപ്ഷൻ ഡി നഴ്സിംഗ് സൂപ്പർവൈസർ.
ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഷുഡ് ബി ഫോളോഡ് ടു പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. Dash should be followed to prevent overstocking or theft. Option A, economic order quantity. Option B, minimum quantity. Option C, maximum quantity. And option D, none of these. ഏതാണ് വരിക? A ആണ് കറക്റ്റ് അല്ലെ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. Identify the problems faced by the pharmacy services. Identify the problems or challenges faced by the pharmacy services. Option A, pilferage. Option B, outdated drugs. Option C, expiry drugs. Option D, all of these. ഏതാണ് ആൻസർ വരിക? All of these ആണ് ആൻസർ വരിക അല്ലെ? പറഞ്ഞതെല്ലാം തന്നെ കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, Pethidine. Pethidine is a dash drug. Pethidine is a dash drug. Option, general drug, inflammable drug, narcotic drug, cold storage drug. ഇതാണ് കറക്റ്റ് ആൻസർ. പെത്തിഡിൻ എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു സ്റ്റോറേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പല ടൈപ്പ് നമുക്കറിയാം. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ് ഏത് ടെമ്പറേച്ചർ റേഞ്ച് ആണ് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അടുത്തത്, അതുപോലെ നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ അതിനകത്ത് സിമ്പലുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിമ്പലിലൊക്കെ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ, O പോസിറ്റീവ്. ഓപ്ഷൻ ബി, AB നെഗറ്റീവ്. ഓപ്ഷൻ സി, O നെഗറ്റീവ്. ഓപ്ഷൻ ഡി, B പോസിറ്റീവ്. തെറ്റിപ്പോയല്ലോ അവരുടെ ആൻസർ. എന്താണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്? അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. O നെഗറ്റീവ് ആണ്. എല്ലാവരും O പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? O നെഗറ്റീവ് അല്ലേ? ഞാൻ പ്രത്യേകം എന്ന് പറഞ്ഞിരുന്നു. പലർക്കും തെറ്റ് വരും. O പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. പോസിറ്റീവ് അല്ല, O നെഗറ്റീവ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്? O നെഗറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ അതിനകത്ത് ബ്ലഡിന്റെ കമ്പോണന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആണ് അല്ലെ? WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഇമ്മ്യൂണിറ്റി അഥവാ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷനെതിരെ എന്താണ് ഫൈറ്റ് ചെയ്യുന്നത്? WBC ആണ്. പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദ ലിക്വിഡ് പോർഷൻ അല്ലെ, എന്താണ് അതിന് പറയുന്നത്? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇസ് നോൺ ആസ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡിനെ നമ്മൾ എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? പ്ലാസ്മ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്, പ്ലാസ്മയാണ്. ഓക്കെ, who controls and manages all lab operations? Who controls and manages all lab operations? Option A, technical supervisor, laboratory director, general സൂപ്പർവൈസർ, അതുപോലെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. ആരാണ് വരിക? LD. ഓക്കെ, കറക്റ്റ് ആണ്. ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എക്സ്പാൻഡ് ഫോം ഓഫ് PBT. എക്സ്പാൻഡ് ഫോം ഓഫ് PBT എന്താണ്? PBTയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ തരാം. പബ്ലിക് ബോർഡ് ടെക്നീഷ്യൻ ആണോ? ഫിലോബോട്ടോമിസ്റ്റ് ആണോ? പെർമനന്റ് ബയോടെക്നീഷ്യൻ ആണോ? നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഫിലോബോട്ടോമിസ്റ്റ്. ആരാണ്? ഫിലോബോട്ടോമിസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഹോസ്പിറ്റൽ ലബോറട്ടറി വർക്ക് generally falls under the divisions of. Option A, microbiology. Option B, urinalysis. C, blood bank. D, all of these. Then answer വരിക. നമ്മൾ ആദ്യം തന്നെ ലബോറട്ടറിയുടെ ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് ഓൾ ആണ് വരിക അല്ലെ? ഓക്കെ, ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നേവിയലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ദിവസം കളക്ട് ചെയ്യുന്ന ആ ഒരു സ്പെസിമെന്റിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുക. The agent that promotes the development of cancer. The agent that promotes the development of cancer. Option A,
നാനോ പാർട്ടിക്കിൾ, ഓപ്ഷൻ ബി കാർസിനോജൻ, ഓപ്ഷൻ സി മൈക്രോ ഓർഗാനിസംസ്, ഓപ്ഷൻ ഡി കെമിക്കൽസ്. ഇതാണ് ഉത്തരം. കാർസിനോജൻ അല്ലെ, ക്യാൻസർ പ്രൊമോട്ടിംഗ് ഏജൻസിനെ നമ്മൾ എന്താ പറയാ, കാർസിനോജൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ നിങ്ങൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ പലതിന്റെ ഐഡിയൽ ലൊക്കേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ചിലതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ചിലതിന്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. Who assist with the insurance issues required to get outpatient dialysis services? ചോദ്യങ്ങളുടെ വായിക്കാം. Who assist with the insurance issues required to get outpatient dialysis services? Option A, dialysis coordinator. Option B, medical superintendent. Option C, social worker. Option D, none of these. ഏതാണ് ആൻസർ വരിക? ഡയാലിസിസ് കോർഡിനേറ്റർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. A hospital-acquired infection is also known as option A, norovirus infection. Option B, meningococcal infection. Option C, nosocomial infection. Option D, Japanese encephalitis. ഇതാണ് ആൻസർ വരിക. നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് നോസോകോമിയം. നോസോകോമിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി നഴ്സ്, ഓപ്ഷൻ സി ഡോക്ടർ ആൻഡ് ഓപ്ഷൻ ബി അറ്റൻഡന്റ്. എന്താണ് ആൻസർ? ഹോസ്പിറ്റൽ ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കാം. The transmission through droplet generated by coughing, sneezing or respiratory tract procedures like bronchoscopy. Option A, contact transmission. Option B, airborne transmission. Option C, droplet transmission. Option D, common vehicle transmission. That answer veriya droplet transmission. Destruction of microbes through chemical exposure, ionizing radiation or autoclaves is known as option A, sanitation. Option B, sterilization. Option C, hand washing. Option D, isolation. ഇതാണ് ആൻസർ. സ്റ്റെറിലൈസേഷൻ. ഇതാണ് ആൻസർ. സ്റ്റെറിലൈസേഷൻ. ഈ ആണ് കേട്ടോ കറക്റ്റ് അല്ലെ. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ത്രൂ കെമിക്കൽ എക്സ്പോഷർ, അയനൈസിംഗ് റേഡിയേഷൻ ഓർ ഓട്ടോക്ലേവ്സ്. എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ്. നമ്മൾ അതിനകത്ത് 8 പ്രിവെന്റീവ് മെഷേഴ്സ് പറഞ്ഞില്ലേ, അതിനകത്ത് നമ്മളിത് എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ. Dash is a single most prime preventive measure to reduce the infection. Option A, sterilization. Option B, sanitation. Option C, isolation. Option D, hand washing. ഇതാണ് hand washing. Okay. Dash is the language used to specifically describe the human body, elements, method, circumstances, etc. Option A, medical coding. Option B, medical terminology. Option C, medical transcription. Option D, none of these. ഇതാണ് ആൻസർ. മെഡിക്കൽ ടെർമിനോളജി അല്ലെ. ടെർമിനോളജി അല്ലെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത്, the chief part of the medical term is called dash. Option A, root word, prefixes, suffixes, abbreviations. ഏതാണ് മെഡിക്കൽ ടേമിന്റെ ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട്, എസെൻഷ്യൽ പാർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ഭാഗമാണെന്ന് പറയാമോ? റൂട്ട് വേർഡ് അല്ലെ. ഇതാണ് റൂട്ട് വേർഡ് കേട്ടോ. കറക്റ്റ് ആണ്. പ്രിഫിക്സ് എന്താണ്? നമ്മൾ മെഡിക്കൽ വേർഡിന് മുൻപ് ബിഗിനിങ്ങിൽ കൊടുക്കുന്നതാണ് അല്ലെ പ്രിഫിക്സ്. എൻഡിങ്ങിൽ കൊടുക്കുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്രിവിയേഷൻ ചുരുക്കെഴുത്താണെന്ന് അറിയാലോ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഐഡന്റിഫൈ ദ പ്രിഫിക്സ്. Identify the prefix which means relating to disease. Relating to disease. Option A,
പാത്തോ, ഓപ്ഷൻ ബി ഫിലമോ, ഓപ്ഷൻ സി പൾമോ, ഓപ്ഷൻ ഡി സ്യൂഡോ. ഇതാണ് ആൻസർ. പാത്തോ, പാത്തോളജി എന്നൊക്കെ നമുക്കറിയാലോ. അടുത്തത് മീനിങ് ഓഫ് ദ പ്രിഫിക്സ് കോൺട്രാ. മീനിങ് ഓഫ് ദ പ്രിഫിക്സ് കോൺട്രാ. ഓപ്ഷൻ തരാം. എഗെയിൻസ്റ്റ്, ബി ബിലോങ്ങിങ് ടു ദ ഹെഡ്, സി അപ്പോൺ, ഡി സ്റ്റോൺ. ഏതാണ് ആൻസർ? എഗെയിൻസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. എഗെയിൻസ്റ്റ് കേട്ടോ. മീനിങ് ഓഫ് ദ കോമൺ റൂട്ട് വേർഡ് അഡിപ്പ്. ADIP അഡിപ്പ്. ഓപ്ഷൻ എ പ്രോട്ടീൻ, ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ സി വിറ്റാമിൻ, ഓപ്ഷൻ ഡി ഫാറ്റ്. ഏതാണ് ആൻസർ? ഫാറ്റ്. എക്സ്പാൻഷൻ ഫോം ഓഫ് CAD ഇൻ മെഡിക്കൽ ടേംസ്. എക്സ്പാൻഷൻ ഫോം ഓഫ് CAD. CAD എവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്? കാർഡിയോളജിയിലും പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തരാം. ഫസ്റ്റ് ഓപ്ഷൻ കൊറോണറി ആർട്ടറി ഡിസീസ്, സെക്കൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ഓപ്ഷൻ സി കാർഡിയോ ആർട്ടറി ഡിസീസ്, ഓൾ ഓഫ് ദീസ്. ഇതാണ് ആൻസർ. എ ആണ്, കറക്റ്റ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. ഓക്കെ. The abbreviation AC, small letter A and C. The abbreviation AC means option A before means, option B free of infection, option C as desired, option D abracadabra. ഏതാണ് abbreviation AC? എന്താണ് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. ബിഫോർ മീൻസ്, ഫ്രീ ഓഫ് ഇൻഫെക്ഷൻ, as said, abracadabra. ഏതാണ്? AC. Before means. Okay, very good, correct ആണ് ട്ടോ. അതാണ് before means. What is the medical abbreviation MRI? MRI എന്ന് പറയുന്നത് നിങ്ങൾ റേഡിയോളജിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ? What is this the medical abbreviation MRI stands for? Option A magnetic resonance imaging, option B medical record index, option C medical research institute, option D magnetic resonance instrument. ഏതാണ് ആൻസർ? magnetic resonance imaging. Okay, correct ആണ് ട്ടോ. What does URI stands for? URI. Options are urinary respiratory infection, upper respiratory infection, upper respiratory illness, universal respiratory infection. ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. എ തെറ്റാണ്. ബി ആണ് ആൻസർ കേട്ടോ. എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഓക്കെ. Which area is included in clinical area? Which is included in clinical area? Which among the following is included in a clinical area? Option A entrance, option B physiotherapy, option C billing, option D waiting area. ഏതാണ് ഈ പറഞ്ഞത്? ഏതാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഫിസിയോതെറാപ്പി ആണ് അല്ലെ? ഇതാണ് ഫിസിയോതെറാപ്പി. ഫാർമസി ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. Okay. Which of the following is included in therapeutic equipment? Which of the following is included in therapeutic equipment? Option A nebulizer, option B laryngoscope, option C bronchoscope, option D all of the above. ഏതാണ് ആൻസർ? All of the above. Okay, correct ആണ് കേട്ടോ. All of the above. The identification of the nature of an illness or other problem by examination of symptoms is called. Option A observation, B diagnosis, C consultation, D treatment. ഇതാണ് വരിക
ഡയഗ്നോസിസ്. ഓക്കെ. Where is the OPD located? Where is the outpatient department located? Option A, ground floor. Option B, first floor. Option C, second floor. And none of these. ഏതാണ് ആൻസർ? ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. Code blue is activated for dash. Option A, cardiac arrest. B, fire. C, pediatrics. D, none of these. ഇതാണ് കോഡ് ബ്ലൂ ഇവിടെ ഉപയോഗിക്കുന്ന കാർഡിയക് അറസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ. കസ്റ്റം മീനിങ് എന്താണ് കേട്ടോ? കസ്റ്റം മീനിങ് ഡാഷ്. ഹോബി, ഹാബിറ്റ്, പ്രോഡക്റ്റ്, നൺ ഓഫ് ദി. ഇതാണ് ആൻസർ, ഹാബിറ്റ്. ഓക്കെ. The question, who keeping patients records while in ICU and preparing summaries? ICU ആയിരിക്കുന്ന രോഗികളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതും അവരുടെ സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് താഴെ പറയുന്നവരിൽ ആരാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, ICU സെക്രട്ടറി. ഓപ്ഷൻ ബി, സീനിയർ റെസിഡന്റ്. ഓപ്ഷൻ സി, ജൂനിയർ റെസിഡന്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഇതാണ് ആൻസർ. ആരാണ് ആൻസർ? ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. ഇതാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് കേട്ടോ. മാറിപ്പോകരുത്. HIS stands for HIS. നമ്മൾ ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. HIS stands for ഓപ്ഷൻ എ, ഹ്യൂമൻ സിസ്റ്റം ഇന്റഗ്രേഷൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതായത് ഞാനിട്ട് ഒരു ചെറിയൊരു ഡിസ്കഷൻ മാത്രമാണ് നമുക്ക് ഒരു മോഡൽ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും നല്ലപോലെ വായിച്ചെത്തിക്കാനായിട്ട് നോക്കുക കേട്ടോ. നല്ലപോലെ വായിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് വായിക്കാം. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് പോകുമ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. ധൈര്യമായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇപ്പോഴും നിങ്ങള് മൊബൈലാണ്, ചിലരിപ്പോ ലാപ്ടോപ്പിലാവുമല്ലോ. മൊബൈലാണെങ്കിൽ എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ റേഞ്ചുള്ള സ്ഥലത്ത് പോയിരിക്കാൻ നോക്കണം കേട്ടോ. നമ്മളിപ്പോ എക്സാം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ബാറ്ററി ഒക്കെ ഫുൾ ചാർജ് ആക്കിയിട്ട് വെക്കുക. ടൈമും കാര്യം ഇത് ഫൈനൽ അല്ല കേട്ടോ. ഇത് മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു പരിശീലനം ആവും ഇത് എന്ന് കരുതി അതിനെ അത്ര ഇതായിട്ട് കാണണ്ട. നിങ്ങൾ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ അതിൽ മാക്സിമം പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് എത്തുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ വരുമല്ലോ, വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫുൾ നെയിം കേട്ടോ, നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ നിങ്ങളുടെ ഈ പറയുന്ന ഇമെയിൽ ID അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ. നമ്മൾ ആ സമയത്ത് വെപ്രാളം ഒന്നും വേണ്ട. ആദ്യം തന്നെ എക്സാം വരുമ്പോൾ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം.
അപ്പൊ അതൊക്കെ നോക്കി ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. എക്സാം വളരെ റിലാക്സ് ചെയ്ത് തന്നെ നിങ്ങൾ വായിച്ച് കാര്യങ്ങൾ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓടിപ്പോയി ലെഫ്റ്റ് ആവരുത്. നിങ്ങളുടെ ഇൻവിജിലേറ്ററിനോട് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ്. അതെ അതെ അതെ. ഇതൊരു മോഡൽ എന്നല്ല, മൊഡ്യൂൾ എക്സാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിലെ ചാപ്റ്റേഴ്സ് തീർന്നല്ലോ. അപ്പൊ അതിന്റെ കൂടെ വെച്ചിരിക്കുന്ന മൊഡ്യൂൾ എക്സാം കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, സബ്മിറ്റ് ചെയ്തിട്ട് ഉടനെ പോയി ലെഫ്റ്റ് ആവരുത് കേട്ടോ. ഇൻവിജിലേറ്ററിനോട് പറയണം, നിങ്ങളുടെ പേരടക്കം പറയണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറയണം കേട്ടോ. അവരത് ബാക്ക് എൻഡിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ സബ്മിഷൻ അവിടെ റെക്കോർഡ് ആയി കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് അവർ ലെഫ്റ്റ് ആയിക്കോളും പറയുമ്പോൾ മാത്രമേ നിങ്ങൾ ലെഫ്റ്റ് ആവാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ഓടിപ്പോയി സബ്മിഷൻ കൊടുത്ത് ലെഫ്റ്റ് ആയി പോകരുത്. കാരണം നിങ്ങളുടെ സബ്മിഷൻ അവിടെ റെക്കോർഡ് ആയോ എന്നുള്ളത് അവർക്ക് നോക്കണം. അവർ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പറയുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആവാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. മാക്സിമം നന്നായിട്ട് പഠിക്കുക. പിന്നെ അങ്ങനെ ബാക്കിയെല്ലാ ഇൻസ്ട്രക്ഷൻ ഇത്രയൊക്കെ ശ്രദ്ധിക്കാൻ. ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതും, ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞൊക്കെ ഏകദേശം ഐഡിയയും കാര്യം അടുത്ത തവണ വരുമ്പോ നിങ്ങൾക്ക് കുറെ കൂടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അതിനെ പറ്റിയൊന്നും പേടിക്കുന്നത് ഒരു പരിശീലനമായിട്ട് എഴുതാൻ മതി. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഫൈനൽ എക്സാം ആണ്. ഇതൊക്കെ അതിന്റെ ഒരു ട്രെയിനിങ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ഇനി കേസിന് ഇതില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വീണ്ടും പഠിക്കാം. അതിനുള്ള സമയം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പഠിക്കാൻ സമയം കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. നെക്സ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഞാൻ പറയുന്ന ടെൻഷൻ വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഒരു തവണ എഴുതൂ, എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത്രയും അറിഞ്ഞോളൂ, ഇതിനാണോ ഞങ്ങൾ ടെൻഷൻ അടിച്ചത്, അപ്പൊ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പൊ അത് പേടിക്കേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ശരി, നമുക്കിപ്പോ നെക്സ്റ്റ് മൊഡ്യൂൾ തൊട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.